മികച്ച പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടും മികച്ച സർവീസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റവന്യൂ കൂട്ടാൻ സാധിക്കാത്തത്? ഇതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോപ്പറായി നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് സെയിൽസ്, എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗും സെയിൽസും തമ്മിലുള്ള 5 പ്രധാന വ്യത്യാസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഡിഫറൻസ് നമ്പർ 1, മാർക്കറ്റിംഗിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നത് ലീഡ് ജനറേഷൻ ആണ്. സെയിൽസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നത് റവന്യൂ ജനറേഷൻ ആണ്. മാർക്കറ്റിംഗിലൂടെ നമ്മൾ നല്ല ലീഡ്സുകൾ കളക്ട് ചെയ്യും, അതായത് പുതിയ എൻക്വയറീസ് ക്രിയേറ്റ് ചെയ്യും. ഈ എൻക്വയറിയെ ക്ലോസ് ചെയ്ത് റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സെയിൽസിന്റെ റെസ്പോൺസിബിലിറ്റി. ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കുക. ഡിഫറൻസ് നമ്പർ 2, മാർക്കറ്റിംഗ് കം ഫസ്റ്റ് ദെൻ സെയിൽസ് എന്നാണ് നോർമലി പറയുക. അതിന് കാരണം മാർക്കറ്റിംഗ് ആണ് ആദ്യം സംഭവിക്കേണ്ടത്. മാർക്കറ്റിംഗിലൂടെയാണ് നമുക്ക് വേണ്ട എൻക്വയറീസ് ക്രിയേറ്റ് ആകുന്നത്. ഈ എൻക്വയറീസിലൂടെയാണ് സെയിൽസ് ടീം പ്രോസ്പെക്ട്സിനെ കണ്ടെത്തുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നാണ്, പക്ഷെ ആക്ച്വലി നമ്മൾ പറയേണ്ടത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നാണ്. ഡിഫറൻസ് നമ്പർ 3, മാർക്കറ്റിംഗിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രെഡിബിലിറ്റി ആണ്. നമ്മളെക്കുറിച്ചുള്ള ക്രെഡിബിലിറ്റി, നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ക്രെഡിബിലിറ്റി, നമ്മുടെ പ്രോഡക്റ്റും സർവീസിനെ കുറിച്ചുള്ള ക്രെഡിബിലിറ്റി, നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ക്രെഡിബിലിറ്റി. പക്ഷേ സെയിൽസിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാരിറ്റിയാണ്. എന്തുകൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർ ചൂസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർക്ക് ഒരു റൈറ്റ് ചോയ്സ് ആയിട്ട് മാറുന്നത്. ഡിഫറൻസ് നമ്പർ 4, മാർക്കറ്റിംഗ് ലീഡ്സ് ടു സെയിൽസ്, സെയിൽസ് ലീഡ്സ് ടു ഓപ്പറേഷൻസ്. മാർക്കറ്റിംഗിൽ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് കുറയും. സെയിൽസ് കുറഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ഓപ്പറേഷൻസിനെ ബാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു മാനുഫാക്ചർ ആണെങ്കിൽ നിങ്ങളുടെ സെയിൽസ് കുറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അണ്ടർ യൂട്ടിലൈസ്ഡ് ആവും. നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കുറഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് ടീമിനെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർക്ക് സാലറി കൃത്യമായിട്ട് കൊടുക്കണം, അതിനുള്ള റവന്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ നിങ്ങളൊരു റീറ്റെയിലറോ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസ് കുറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെന്ററി അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോക്ക് വേസ്റ്റഡ് ആയിപ്പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിംഗിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം. കാര്യം മാർക്കറ്റിംഗിൽ കൺസിസ്റ്റൻസി ഉണ്ടായാൽ മാത്രമേ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സെയിൽസ് വർദ്ധിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. ഡിഫറൻസ് നമ്പർ 5, മെഷർമെന്റ് മെട്രിക്സ്. മാർക്കറ്റിംഗിൽ മെഷർമെന്റ് മെട്രിക്സ് ഉണ്ട്, സെയിൽസിലും മെഷർമെന്റ് മെട്രിക്സ് ഉണ്ട്. എന്താണ് മെഷർമെന്റ് മെട്രിക്സ്? മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് ഓഫ് മെഷർമെന്റ് മെട്രിക്സ് ആണ്. ഒന്ന് റീച്ച്, രണ്ടാമത്തത് എൻഗേജ്മെന്റ്, മൂന്നാമത്തത് എൻക്വയറി ജനറേഷൻ. എത്ര പേരിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾ റീച്ച് ആക്കി, അതിൽ എത്ര പേര് എൻഗേജ്ഡ് ആയി, അതിൽ നിന്ന് എത്ര എൻക്വയറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ഇനി സെയിൽസിലെ മെഷർമെന്റ് മെട്രിക്സ് തികച്ചും വ്യത്യസ്തമാണ്. അതിൽ 3 കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ അതിൽ ആദ്യത്തെ കാര്യം എത്ര ക്ലയൻസിനെ നിങ്ങൾ മീറ്റ് ചെയ്തു, അതിൽ എത്ര പേരെ നിങ്ങൾ കൺവിൻസ് ചെയ്തു, അതിൽ എത്ര പേർക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രപ്പോസൽ സെൻഡ് ചെയ്തു, അതിൽ എത്ര പേരെ നിങ്ങൾ കൺവേർട്ട് ചെയ്തു, കൺവേർഷൻ റേഷ്യോ. ഈ മാർക്കറ്റിംഗിനെ കുറിച്ചും സെയിൽസിനെ കുറിച്ചുമുള്ള ഈ ഡിഫറൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റവന്യൂ കൂട്ടാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.